ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത് വാക്യം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള മറ്റൊരു ചോദ്യമാണ്. ഭക്തൻ ചോദിക്കുകയാണ്, മനുഷ്യൻ്റെ ജീവകാലം എന്താണ്? മനുഷ്യൻ മരിച്ചാൽ പിന്നെയും അവൻ ജീവിക്കുമോ എന്ന് ചോദിക്കുന്നതായ ചോദ്യമാണ്. ദൈവത്തിൻ്റെ തിരുവചന ഭാഗങ്ങൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായം 27-ാമത് വാക്യം പറയുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ എന്ന പദമാണ്. സകല മനുഷ്യനും മരണം വഴിയിലൂടെ കടന്നു പോകേണ്ടവരാണ്. സകല മനുഷ്യനും മരിക്കും എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്, പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അതാണ് രണ്ടാമത് തിരുവചനത്തിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ. ഒന്ന്, സകല മനുഷ്യനും മരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിയമമാണ്. 2, മരണമെന്ന് പറയുന്നത് മണ്ണാകുന്ന മണ്ണിനെ അല്ലെങ്കിൽ ശരീരത്തെ മണ്ണിന് തിരികെ ഏൽപ്പിക്കുന്നതും ദൈവത്തിങ്കൽ നിന്ന് കടന്നു വന്ന ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നതുമാണ് എന്ന പദമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-26 വാക്യങ്ങൾ പറയുന്നത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. ഈ വാക്യം എന്താണ് പറയുന്നത്? കർത്താവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തിരിക്കൊണ്ട് ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ അവർ ഉയർത്തെഴുന്നേൽക്കും, അവർ ജീവിക്കും എന്നുള്ളതായ ആഴമായ പദമാണ്. അങ്ങനെയെങ്കിൽ ഇയ്യോബ് ചോദിച്ചിരിക്കുന്നതായ ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമമാണ്. മരണത്തിലൂടെ സംഭവിക്കപ്പെടുന്നത് മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ മണ്ണിന് തിരികെ ഏൽപ്പിക്കുന്നതും ദൈവത്തിങ്കൽ നിന്ന് വന്ന ആത്മാവ് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നതുമാണ്. മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തിരിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയും എന്നുള്ള ഉത്തരമാണ്
ഈ ചോദ്യത്തിൽ നിന്ന് വിശുദ്ധ ബൈബിൾ നൽകുന്ന ഉത്തരം. ആയതുകൊണ്ട് മരണമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്നും മരണത്തിലൂടെ മണ്ണിൽ നിന്നെടുത്ത ശരീരത്തെ മണ്ണിന് തിരികെ ഏൽപ്പിക്കുമ്പോഴും ആത്മാവ് തന്നെ ഏൽപ്പിച്ച ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, നല്ല സന്ദർഭത്തിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി നിത്യജീവൻ നൽകുന്ന ദൈവത്തിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ജീവിപ്പാനും മരണത്തിനപ്പുറത്തൊരു നിത്യത ഞങ്ങൾക്ക് പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.